നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 972nd day. Today 16th sloka of Prathama Skandam, 12th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 972 ദിവസം. ഇന്ന് പ്രഥമ സ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 16ാമത്തെ ശ്ലോകം. കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ തുടർച്ച തന്നെയാണിത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രതാസുതം. ഓം തത്സത്. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേച്ചു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്ലോകം പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 16ാമത്തെ ശ്ലോകം. ദേവേന പ്രതിഘാതേന ശുക്ലേ സംസ്ഥാമുപേയുഷി യാദോവോനുഗ്രഹാർത്തായ വിഷ്ണുനാ പ്രഭവിഷ്ണുനാ. ദേവേന പ്രതിഘാതേന ശുക്ലേ സംസ്ഥാമുപേയുഷി യാദോവോനുഗ്രഹാർത്തായ വിഷ്ണുനാ പ്രഭവിഷ്ണുനാ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് ദേവേന അപ്രതിഘാതേന ശുക്ലേ സംസ്ഥാം ഉഭേയുഷി രാധോ വോ അനുഗ്രഹാർത്തായ രാധോ വ അനുഗ്രഹാർത്തായ രാധ വ അനുഗ്രഹാർത്തായ വിഷ്ണുന പ്രഭവിഷ്ണുന. അതായത് ദേവേന ദൈവത്താൽ അപ്രതിഘാതേന പ്രതികാരമില്ലാത്ത ശുക്ലേ ശുദ്ധമായ സംസ്ഥാം എന്ന് പറഞ്ഞാൽ അതായത് നാശത്തെ പ്രതികാരമില്ലാത്ത ശുദ്ധമായ ദൈവത്താൽ നാശത്തെ ഉപേക്ഷി പ്രാപിച്ചപ്പോൾ വ നിങ്ങളുടെ രാധോ എന്ന് പറഞ്ഞാൽ രാധ ദാനം ചെയ്യപ്പെട്ടവനായി വ നിങ്ങളുടെ അനുഗ്രഹാർത്ഥമായി നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്യുവാനായിട്ട് വിഷ്ണുന പ്രഭു വിഷ്ണുന പ്രഭുവായ വിഷ്ണുവിനാൽ പ്രഭവിഷ്ണുന എന്നുള്ള പ്രഭുവായ വിഷ്ണുവിനാൽ അതായത് ദാനം ചെയ്യപ്പെട്ടവനായിട്ടുള്ള ആ പ്രതികാരമില്ലാത്ത ശുദ്ധമായ ആ നാശത്തെ ഉണ്ടാക്കുന്ന ബ്രഹ്മ അസ്ത്രത്താൽ നാശിക്കാൻ ഇടയായിട്ടുള്ള ആ ശിശുവിനെ ഭഗവാൻ നിങ്ങൾക്കായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുവാനായിക്കൊണ്ട് ആ ദൈവം അനുഗ്രഹിച്ച് തന്നതായിരിക്കുന്നു എന്ന് പറയുകയാണ്. അതായത് അശ്വത്ഥാമാവിൻ്റെ ഇതിനാൽ ബ്രഹ്മാസ്ത്രത്തിനാൽ നശിക്കാനിടയായിട്ടുള്ള ആ കുഞ്ഞിനെ മഹാപ്രഭുവായിട്ടുള്ള ആ വിഷ്ണു നിങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട് നിങ്ങൾക്കായിക്കൊണ്ട് ഭഗവാൻ നിങ്ങൾക്ക് നൽകിയ ശിശുവാണ് ഈ ശിശു എന്ന് ആ ബ്രാഹ്മണന്മാർ പറഞ്ഞ് തങ്ങൾക്കൊക്കെ സമ്മാനങ്ങളൊക്കെ നൽകി വളരെയേറെ സന്തോഷിച്ചിരിക്കുന്ന ആ ബ്രാഹ്മണന്മാർ പറയുകയാണ്, ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും നശിപ്പിക്കാതെ നിങ്ങൾക്ക് ഭഗവാൻ ശുദ്ധനായിട്ടുള്ള പ്രഭുവായിട്ടുള്ള ആ ഭഗവാൻ നൽകിയ അനുഗ്രഹമാണ് ഈ സന്താനം. നിങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്യപ്പെട്ടതാണ് ഈ നിങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട് നിങ്ങൾക്ക് ദാനം ചെയ്തതാണ് ഈ സന്താനത്തെ എന്ന് എടുത്തു പറയുകയാണ് ആ ബ്രാഹ്മണന്മാർ. സൂത പൗരാണികൻ ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനിടയിൽ ധർമ്മപുത്രർ ബ്രാഹ്മണന്മാരെയൊക്കെ അനുഗ്രഹിക്കുവാൻ വേണ്ടി ബ്രാഹ്മണന്മാർക്കൊക്കെ സന്തോഷം കൊണ്ട് പശുവും മറ്റുള്ളതൊക്കെ ദാനം ചെയ്തു. അപ്രകാരം സന്തോഷവാന്മാരായ ബ്രാഹ്മണന്മാർ ധർമ്മപുത്രരോട് പറയുന്ന വാക്കുകളാണ് നാം ഇപ്പോൾ ഈ 3 ശ്ലോകം 15, 16, 17 16ാമത്തെ ശ്ലോകം. 17ാം ശ്ലോകത്തിലാണ് ഈ 3 ശ്ലോകങ്ങളും കൂടി അർത്ഥം പൂർത്തിയാകുക.
എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഒരിക്കൽ കൂടി. ദേവേന പ്രതിഘാതേന ശുക്ലേ സംസ്ഥാമുപേയുഷി രാധോവോനുഗ്രഹാർത്ഥായ വിഷ്ണുനാ പ്രഭവിഷ്ണുനാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയും ആയുരാരോഗ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.